بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയത്ത് നടന്ന പല അത്ഭുതങ്ങൾ ഇതുവരെ പറഞ്ഞു വന്നു. തുടർന്നു കവി പാടുന്നു: വന്നാറു ഹാമിദത്തുൽ അംഫാസി മിൻ അസഫി അലൈഹി വന്നഹ്റു സാഹിൽ ഐനി മിൻ സദമി. വന്നാറു തീ, അത് ഹാമിദത്തുൽ അംഫാസി തീജ്വാലകളെ അത് കെടുത്തുന്നു, മിൻ അസഫിൻ വിഷമത്താൽ, അലൈഹി പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇവിടുത്തെ പ്രസവത്തെ കാരണത്തിൻ്റെ മേൽ. വന്നഹുറു ഒലിച്ചുകൊണ്ടിരുന്ന നദികൾ, സാഹിൽ ഐനി വെള്ളം ഒരിക്കലിനെ തൊട്ട് അടങ്ങിയിരിക്കുകയാണ്, മിൻ സദമിൻ വിഷമത്തിനാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോൾ ഫാരിസിലുണ്ടായിരുന്ന, പേർഷ്യയിലുണ്ടായിരുന്ന 1000 വർഷം മുമ്പ് തന്നെ കത്തിക്കപ്പെട്ടിരുന്ന അണയാത്ത തീ, കെടാത്ത തീ, അന്നത്തെ പ്രസവത്തോടു കൂടി ആ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനത്തോടു കൂടി അത് കെടുകയും ചെയ്തു. മാത്രമല്ല, ഫുറാത്ത് നദി, അതായത് യൂഫ്രട്ടീസ് നദി എന്നറിയപ്പെടുന്ന ആ നദി, അത് വെള്ളം ഒലിക്കാതെ അടങ്ങുകയും ചെയ്തു. എന്തേ കാരണം? മിൻ സദമിൻ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക്, പ്രകാശമാകുന്ന ആ സത്യം ഈ ലോകത്തിലേക്ക് പിറന്നു വീണപ്പോൾ അതിനെ വിഷമിച്ചതിൻ്റെ പേരിൽ, വിഷമിച്ച കാരണത്താൽ അവർ ഒക്കെ അത് കെടുകയും അടങ്ങുകയും ചെയ്തു. വസാഅ സാവാത അൻ ഗാലത് ബുഹൈറതുഹാ വറുദ്ദ വാരിദുഹാ ബിൽ ഗൈളി ഹീന ലമീം. വസാഅ വിഷമിപ്പിച്ചു, സാവത്ത സാവ എന്ന നാട്ടിൻ്റെ അഹലിക്കാരെ, അത് പേർഷ്യയിൽ ഒരു അറിയപ്പെട്ടൊരു സ്ഥലമാണ് സാവ, ഇപ്പോൾ സാവ എന്നറിയപ്പെട്ടിരിക്കുകയാണ്. ആ സാവയുടെ ആൾക്കാരെ വിഷമിപ്പിച്ചു. എന്താ വിഷമിപ്പിച്ചത്? അൻഗാലത്ത് ബുഹൈറത്തുഹ, അവിടുത്തെ ഒരു നദി, ഒരു വിശാലമായ, അകലത്തിലും നീളത്തിലുമുള്ളതായ ഒരു വിശാലമായ ഒരു വെള്ളത്തടാകം, ആ വെള്ളത്തടാകം ഒറ്റുപുരണ്ടൽ, അത് ഒറ്റുപുരണ്ടത് അവരെ വിഷമിപ്പിക്കുകയും ചെയ്തു. മറ്റൊന്ന് വറുദ്ദവാരിദുഹ, ആ നാട്ടിലേക്ക്, ആ സാവ തടാകത്തിലേക്ക് വരുന്ന ആളുകൾ, അവരുടെ ആ മടക്കവും അവരെ വിഷമിപ്പിച്ചു. എന്തുകൊണ്ട് അവർ മടങ്ങിയത്? ബിൽഗൈലി ഹീനലമി, അവർ ദാഹിക്കുന്ന സമയത്ത് അവിടെ നോക്കുമ്പോൾ അവിടെ വെള്ളമില്ല. അങ്ങനെ ദേഷ്യപ്പെട്ട കാരണം കൊണ്ട് അവിടെ വരുന്നവരെ മടക്കുന്നതും അവരെ വിഷമിപ്പിച്ചു. അതായത് സാവ നാട്ടുകാർ, ആ നാട്ടിലേക്ക് തടാകമുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ തടാകം. അവിടെ ചുറ്റുഭാഗത്തും അവരുടെ ഇംഗ്രേജുകളും ക്രിസ്ത്യൻ പള്ളികളും അതുപോലെ തന്നെ അവിടെ കച്ചവടങ്ങൾ നടന്നിരുന്നു. ഒരു നല്ലൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ അവിടെ ആളുകൾ വരികയും ഒരുമിച്ച് കൂടുകയും ആ വെള്ളത്തിൽ വന്ന് വെള്ളം കുടിക്കുകയും, ദാഹിക്കുന്ന സമയത്ത് ആ നദിയിൽ വെള്ളം കുടിക്കുകയും മറ്റും അവിടെ ചെയ്യുമായിരുന്നു. നല്ലൊരു സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ ആളുകൾ ഒരുമിച്ച് കൂടുമായിരുന്നു. അതൊരു അസത്യത്തിൻ്റെ ഒരു വഴിയായിരുന്നു അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തിലേക്ക് ജനിച്ചപ്പോൾ അതും വറ്റി വരണ്ടു. അവർക്ക് ഇവിടെ 2 കാര്യം വിഷമിപ്പിച്ചു. ഒന്ന്, അവിടുത്തെ ആ ബുഹൈറ എന്ന ആ വെള്ളത്തടാകം അത് ഒറ്റുവരേണ്ടത് അവർ വിഷമിപ്പിച്ചു. മറ്റൊന്ന്, പറനാട്ടിൽ നിന്ന് ആളുകൾ വരുന്ന, ആ ആളുകൾ വരാതിരിക്കാനുള്ള കാരണം ഈ നദി ഇല്ലാത്ത കാരണം കൊണ്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്തിരുന്നത്. അതും അവരെ വിഷമിപ്പിച്ചു. ഈ 2 കാര്യം സാവ ആൾക്കാരെ വിഷമിപ്പിക്കുകയും ചെയ്തു. കഅന്ന ബിന്നാരി മാ ബിൽ മാഇ മിൻ ബലലി ഹുസ്നൻ വബിൽ മാഇ മാ ബിന്നാരി മിൻ ദറമി. കഅന്ന ബിന്നാരി, തീ ആയതുപോലെയുണ്ട്. എന്താണ്? മാ ബിൽ മായി, വെള്ളം കൊണ്ടുള്ളതായ ഒന്ന്, അത് തീ ആയതുപോലെയുണ്ട്. വെള്ളം കൊണ്ടുണ്ടാകുന്ന ഒന്നെന്താണ്? വെള്ളത്തിൻ്റെ പ്രകൃതി എന്താണ്? മിമ്പലലിൻ,
അത് നനയുണ്ടാവലിനാൽ പഷർമുണ്ടാവലിനാൽ അതാണ് വെള്ളത്തിൻ്റെ പ്രകൃതി, തണുപ്പുണ്ടാവൽ. അത് തീ ആയതുപോലെയുണ്ട്. ആ വെള്ളത്തിൻ്റെ പ്രകൃതി മാറിയിട്ട് ചൂടായതുപോലെയുണ്ട്. എന്ത് ഹുസ്നൻ, അതും റസൂലുള്ളാൻ്റെ ആ തിരുപ്രസവത്തിൻ്റെ കാരണത്താൽ വിഷമിച്ചതിന് വേണ്ടി. വബിൽമാ ഈ വെള്ളം ആയതുപോലെയുണ്ട്, തണുപ്പായതുപോലെയുണ്ട്. എന്ത് മാ ബിന്നാരി, തീ കൊണ്ടുണ്ടാകുന്ന ഒന്ന്. തീൻ്റെ പ്രകൃതി എന്താണ്? ആ തീ കൊണ്ടുണ്ടാകുന്ന സംഭവം എന്താണ്? മിൻ ലറമിൻ, ചൂട്. ആ ചൂടാകുന്ന പ്രകൃതി മാറി തണുപ്പായതുപോലെയുണ്ട്. അതും ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനം കാരണം ആ കുഫാരിങ്ങൾ, ശത്രുക്കൾ, അസത്യങ്ങളോട് വിഷമിച്ച കാരണത്തിന് വേണ്ടിയാണ് ഇങ്ങനെ സംഭവിച്ചത്. ആദ്യം പറഞ്ഞത് തീ വെള്ളമായതുപോലെയുണ്ട്, വെള്ളം തീ ആയതുപോലെയുണ്ട്. അത് തണുപ്പ് ചൂടും, ചൂട് തണുപ്പായതുപോലെയുണ്ട്. കാരണം നേരത്തെ പറഞ്ഞു, തീ അവർ ആരാധിച്ചിരുന്ന 1000 കൊല്ലം മുമ്പ് അണയാത്ത തീ, ആരാധിച്ചിരുന്ന തീ അത് കെട്ടുപോയി. അപ്പോൾ ആ തീ എന്തായി? വെള്ളമായി മാറി, ഒരു തണുപ്പിൻ്റെ പ്രകൃതിയായി മാറി. രണ്ടാമത് പറഞ്ഞത് അവർ കുടിച്ചിരുന്ന ബുഹൈറ, ആ തടാകം അത് വറ്റിവരണ്ടു. അപ്പോൾ അത് ചൂടായി മാറുകയും ചെയ്തു. അങ്ങനെ പ്രകൃതി ചേഞ്ചായി. അതായത് അസത്യം പോയി, സത്യം വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വന്നതിൻ്റെ ഒരു അടയാളമാണ്. വൽജിന്നു തഹ്തിഫു വൽ അൻവാറു സാതിഅത്തുൻ വൽ ഹഖ്ഖു യദ്ഹറു മിൻ മഅനം വമിൻ കലിമി. വൽജിന്നു, ജിന്നുക്കൾ എന്ന് പറയുന്നത് ഒരു ശരീരം, ഹഫിയായ മറഞ്ഞ ശരീരമാണ്. മനുഷ്യരെന്ന് പറയുമ്പോൾ ലാഹിറത്തായ, പ്രത്യക്ഷപ്പെടുന്ന, കാണുന്ന ഒരു ശരീരമായത്. അവരുടെ നേരെ തിരിച്ചാണ്, മറഞ്ഞ ഒരു ശരീരമാണ് ജിന്നുക്കൾ. ആ ജിന്നുക്കൾ തഹ്തിഫു, അട്ടഹസിക്കുന്നു ആ സമയത്ത്. വൽ അൻവാറു, പ്രകാശങ്ങളൊക്കെ ഷാമിലെ ചുറ്റുഭാഗങ്ങളിൽ സാത്തിയത്തുൻ, അത് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പ്രകാശങ്ങൾ. വൽ ഹഖ്ഖു, സത്യം, യദ്ഹറു, അത് വെളിവാകുന്നു. മിൻ മഅനൻ, അവിടുത്തെ പ്രകാശത്തിനാലും. ഒമിൻ കലിമി, അതായത് ഷാമിൽ ഉദിച്ച ആ പ്രകാശം കാരണത്താൽ സത്യം വെളിവാകുന്നു. ഒമിൻ കലിമി, ജിന്നുക്കൾ സംസാരിച്ചതിനാലും സത്യം വെളിവാകുന്നു. ജിന്നുക്കൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്തൊരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ജിന്നുക്കൾ അട്ടഹസിക്കുന്നു, പ്രകാശങ്ങൾ ഉയരുന്നു. അപ്പോൾ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരരോടുകൂടി ഇവിടെ ഹക്ക്, സത്യം പ്രത്യക്ഷപ്പെടുകയും സമാധാനം ലഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പല അത്ഭുതങ്ങളും കവി ഇങ്ങനെ പാടിപ്പാടി പോവുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.